ഹലോ, കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് മീനുകൾ കിട്ടിയത് വലയിലിട്ട് വെച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിനൊക്കെ നമ്മളെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറെ ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രൂപാട്ട ഞാൻ ഇന്ന് കാണിക്കുന്നത്. കഷ്ണിച്ച് കഴിഞ്ഞിട്ടുള്ള പീസുകളുടെ വ്യത്യാസം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമല്ലോ. അത്രേ ഇതിപ്പോ രോഹുവിന്റെ പീസുകളാണ് കേട്ടോ. അടുത്തത് കട്ലയുടെ പീസുകളാണ്. രോഹും കട്ലയും തമ്മിൽ കാഴ്ചക്ക് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും പീസുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല. അടുത്തത് ഇനി ഗ്രാസിന്റെ പീസുകളാണ്. പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ. വലിയ വ്യത്യാസം ഒന്നും നമുക്ക് കണ്ടാൽ തോന്നാനില്ല. മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിന്റെ അതൊന്നും മനസ്സിലാവില്ല. പക്ഷെ വ്യത്യാസം കൊണ്ടുവരുന്ന പീസുകളുണ്ട്. അത് ആരുടെയാണെന്നറിയോ? നമ്മുടെ ആസാം വാളയുടെയാണ്. മറ്റുള്ള മീനുകളെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ മാംസത്തിന് തന്നെ ഒരു മഞ്ഞരാശി ഉണ്ട്. പൊതുവെ നെയ്യുള്ള മീനായതുകൊണ്ടാവാം ഇതിന് മഞ്ഞരാശി വരാനായിട്ട് കാരണം. നമ്മൾ പറക്കി ഇട്ടോണ്ടിരിക്കുന്നത് തൂളിയുടെ പീസുകളാണ് കേട്ടാ. വാളയിൽ നിന്ന് വ്യത്യാസമാണെന്നുണ്ടെങ്കിലും മറ്റു പീസുകൾ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കുറവുകൊണ്ട് മാത്രമായിട്ടാ നമുക്കിത് തൂളിയാന്ന് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമ്പോ നമുക്ക് കാര്യമായ വ്യത്യാസം ഒന്നും തോന്നൂല്ലെങ്കിലും ഇത് കറി വെച്ച് കഴിഞ്ഞാൽ അതാ ഇവന്മാരുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവരുടെ മാംസം കൊണ്ടും മാംസത്തിലും മുള്ളുകൊണ്ടും ടേസ്റ്റ് കൊണ്ടും എല്ലാം ഇവർ വ്യത്യസ്തരാണ്. പല പല പീസുകൾ ഇങ്ങനെ ഒരേ ഇലയിൽ നമ്മളിങ്ങനെ നിരത്തി വെക്കുമ്പോ ഇതൊരു ഭംഗിയല്ല കാണാൻ. നമ്മുടെ ഒരു ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന കാരണം കൊണ്ട് ആശാൻ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഒന്നെടുത്ത് നന്നാക്കിയപ്പോ വെറുതെ ഞാനൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.